ഹായ്, മറിയമാണ് പാരീസിയ PMU അക്കാഡമിയിൽ നിന്നും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ മൈക്രോബ്ലീഡിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 1 ഇയർ കഴിഞ്ഞാൽ മൈക്രോബ്ലീഡിങ് റീടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ എത്ര കാലം മൈക്രോബ്ലീഡിങ് നിൽക്കും? ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഏജിനെയും അതേപോലെ സ്കിൻ ടോണിനെയും നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി പ്രോഡക്റ്റുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാലാവധി നമ്മൾ നിശ്ചയിക്കുന്നത്. നോർമലി നമ്മളിപ്പോൾ മൈക്രോബ്ലീഡിങ് ചെയ്ത് കഴിഞ്ഞത് ഒരു 35 കഴിഞ്ഞിട്ട് 40-45 ഏജിലാണെങ്കിൽ നോർമലി നമ്മൾ റിറ്റിനോൾ പോലെയുള്ള പ്രൊഡക്റ്റുകൾ അതല്ലെങ്കിൽ ആൻറ്റി ഏജിങ് റിങ്കിൾസ് പോകാനുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഡെയിലി പീലിംഗ് നടക്കുന്നുണ്ടാവും. ഒരു ചെറിയ രീതിയിൽ സ്കിന്ന് പീൽ ഓഫ് ആവുന്നുണ്ട്. നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്ന എപ്പിഡെർമിസിലാണ്. അപ്പോൾ എപ്പിഡെർമിസ് ഡെയിലി പീൽ ഓഫ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ്, അതായത് മൈക്രോബ്ലീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രൈമറി കളേഴ്സായ ബ്ലാക്ക് ഇതിൽ വിസിബിൾ ആയിക്കൊണ്ടിരിക്കും. ബ്ലാക്ക് ബ്ലൂവിലേക്ക് ടേൺ ആവുകയും ഒരു ഗ്രേഷ് ബ്ലൂ അതല്ലെങ്കിൽ പച്ച കലർന്ന ഒരു കളറ് വിസിബിൾ ആവും. കളർ ചേഞ്ചസോ കളർ കറക്ഷൻസോ ഉണ്ടെങ്കിൽ ഇയർലി റീടച്ചിങ് ആവശ്യമാണ്. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഈ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് മൈക്രോബ്ലേഡിങ് ചെയ്തു പോകുന്നത്. ആള് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഈ കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളും അതേപോലെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ മാറി മാറി യൂസ് ചെയ്യേണ്ടി വരും. ഇതിൽ കുറച്ച് ഡിസ്കളറേഷൻസ് വന്നിട്ടുണ്ട്. പ്രൈമറി കളറായ ബ്ലൂവിൽ നിന്ന് ഇതൊരു ഗ്രേഷ് ബ്ലൂവിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. ആ ഒരു ഓവർ ബ്ലാക്ക് മാറി, ഡിസ്കളറേഷൻസ് എല്ലാം മാറി, നല്ലൊരു ഷേപ്പ് വന്നു, ഒരു ഫ്രഷ് ഐബ്രോ ആയിട്ട് മാറി. ഇതേപോലെ തന്നെ നമ്മുടെ ഇതിലിപ്പോൾ അത്യാവശ്യം സ്ട്രോക്കുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോക്കുകൾ നിൽക്കുമ്പോൾ നമുക്ക് എഗെയിൻ പിന്നെ മൈക്രോബ്ലീഡിങ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതുകൊണ്ടാണ് ഓംബ്രേ ചെയ്തത്. റീടച്ചിന് മാത്രമല്ല, നമ്മളിപ്പോൾ മൈക്രോബ്ലീഡിങ്ങോ അതല്ലെങ്കിൽ ടാറ്റു ഒക്കെ ചെയ്തിട്ട് ഓവർ കളർ ആവുകയും അതല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലേസറിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഓംബ്രേ ഉപയോഗിച്ച് അല്ലെങ്കിൽ PMU ഉപയോഗിച്ച് ഇതേപോലെ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും. പെയിൻലെസ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീടച്ചിന് വേണ്ടിയിട്ട് ഓംബ്രേ ചെയ്യാവുന്നതാണ്. താങ്ക് യു.